ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് മാഹിൻ്റെ ഒരു പോസ്റ്റ് ഭയങ്കരമായിട്ട് വൈറലായി. മാഹിൻ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് വരെ ചോദ്യങ്ങളിലേക്ക് ഇവിടുത്തെ ഒന്ന് രണ്ട് ന്യൂസ് ചാനൽസും സോഷ്യൽ മീഡിയയിൽ കുറച്ചധികം പോസ്റ്റുകളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഇപ്പോൾ നോക്കുന്നത്. ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് പെറുവിലെ ആമസോണിലാണ്. ഓക്കെ, ആമസോൺ ഫോറസ്റ്റിലെ ഒരു റിവറിലൂടെ ചങ്ങാടം കെട്ടി ഈ ചങ്ങായിൻ്റെ ഒപ്പമുള്ള ഒന്ന് രണ്ട് ആൾക്കാർ, ഒരു 3 പേര് ചേർന്നിട്ട് ചങ്ങാടത്ത് പോകുന്ന വ്ളോഗും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ആ ചങ്ങാടത്തിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോ ആക്കി കഴിഞ്ഞ വ്ളോഗുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഹിച്ച് ഹൈക്കിംഗ് നൊമാഡിൻ്റെ മാഹിൻ്റെ യൂട്യൂബ് ചാനലിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെറു ആൻഡ് ആമസോൺ കാട്, റാഫ്റ്റിംഗ്, ഇങ്ങനെ കുറേ അധികം വീഡിയോസ് അതിനകത്ത് കാണാൻ പറ്റും. ഹിച്ച് ഹൈക്കിംഗ് നൊമാഡിൻ്റെ അക്രോസ് ഓൾ ദ പ്ലാറ്റ്ഫോംസ് അയാളുടെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയാണ്. മാഹിൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓഫ്ലൈനിലാണ്. അദ്ദേഹത്തിൽ നിന്ന് അപ്ഡേറ്റുകളൊന്നുമില്ല. അദ്ദേഹം സുരക്ഷിതനായിരിക്കാം, ഇൻ്റർനെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ അപകടകരമായ ആമസോണിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിരിക്കാം. അദ്ദേഹം ഉടൻ സുരക്ഷിതനായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബ്രാക്കറ്റിൽ മാഹിൻ യാത്രയുടെ 2ാം ദിവസം സൃഷ്ടിച്ച ഒരു ഷെഡ്യൂൾ ചെയ്ത പോസ്റ്റാണ് ഇത് എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൽ ഇങ്ങനൊരു സാധനം ഫേസ്ബുക്കിൽ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡിൻ്റെ പേജിൽ കിടക്കുന്നു. ദ സെയിം തിങ് അപ്പിയറിങ് ഓൺ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഹിച്ച് ഹൈക്കിംഗ് നൊമാഡിൻ്റെ വേർ ഈസ് നൊമാഡ് എന്ന് പറഞ്ഞുള്ളൊരു ചോദ്യചിഹ്നമായിട്ട് മാഹിൻ്റെ യൂട്യൂബ് ചാനലിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഇതേ ഒരു സാധനം. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് എന്ന് പറഞ്ഞിട്ടുള്ള മാഹിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വേർ ഈസ് നൊമാഡ്. ഓക്കെ, ഇതൊരു സെപ്പറേറ്റ് ഫോട്ടോ ആണ്. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ വെച്ചിട്ടുള്ളത്. നൊമാഡ് ഹാസ് ബീൻ ഓഫ്ലൈൻ ഫോർ ദ പാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആൻഡ് ദർ ഹാവ് ബീൻ നോ അപ്ഡേറ്റ്സ് ഫ്രം ഹിം. ഹി മൈറ്റ് ഹാവ് സേഫ് ആൻഡ് സിംപ്ലി ട്രാവലിംഗ് ത്രൂ ഏരിയാസ് വിത്തൗട്ട് ഇൻ്റർനെറ്റ് ആക്സസ്. ഹൗഎവർ ദർ ഈസ് ഓൾസോ ദ പോസിബിലിറ്റി ദാറ്റ് സംതിങ് may happen to him in the dangerous Amazon. Hopefully he will return safely soon. This is a scheduled post that was created on the 2nd day of Mahin's trip. ഷെഡ്യൂൾഡ് പോസ്റ്റ് ആയിട്ടുള്ളൊരു സാധനം, അത് ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് എല്ലാ മാഹിൻ്റെ പ്ലാറ്റ്ഫോമുകളിലും പോസ്റ്റായി എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അത് മാഹിൻ തന്നെ വെച്ചൊരു പോസ്റ്റാണെങ്കിൽ മാത്രമാണല്ലോ ഇതേപോലെ പോസ്റ്റ് ആവുക. അല്ലെങ്കിൽ മാഹിൻ്റെ അക്കൗണ്ടിലേക്ക് വേറെ ആർക്കെങ്കിലും ഇനി ആക്സസ് ഉണ്ടോ? ആക്സസ് ഉണ്ടെങ്കിൽ തന്നെ മാഹിൻ്റെ കയ്യിലുള്ള ഈ ഫോട്ടോസ് അയാൾക്ക് കിട്ടി, അയാൾ ഈ ഫോട്ടോ ഇട്ട് പിന്നെ അതിനടിയിൽ വന്നത് എഴുതി, അത് നോ, ഇത് മാഹിൻ തന്നെ ഷെഡ്യൂൾ ചെയ്ത് വെച്ച പോസ്റ്റ് എന്നുള്ള രീതിക്കാണ് ഈ സാധനം വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് വന്നതോടുകൂടി, അല്ലെങ്കിലും ഒരു 4 ദിവസമായിട്ട് വീഡിയോ ഇല്ലാത്തത് കൊണ്ട് കമൻറ്റ് ബോക്സിനകത്ത് യൂട്യൂബിലൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. എന്നാലും മനോരമ ന്യൂസ് അടക്കം മലയാളി ട്രാവൽ വ്ളോഗർ മാഹിനെ ആമസോൺ വനത്തിൽ കാണാതായി അഭ്യൂഹം പരത്തി ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ കമൻറ്റ് ബോക്സ് അതിലും സീൻ കേട്ടോ. കമൻറ്റ് ബോക്സ് ഞാൻ വേറെ നിങ്ങൾക്ക് ഇവിടെ വെച്ച് വായിച്ചു തരേണ്ട ഐറ്റം തന്നെയാണ്. വായിക്കാനൊന്നുമില്ല, കാരണം മാഹിൻ അത്യാവശ്യത്തിലധികം കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്ത ഒരു ട്രാവലറാണ്. ഈ ചങ്ങായിൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ അയാൾ പറയുന്ന കുറേ കാര്യങ്ങൾ മതപരമായിട്ടും അങ്ങനെ ഇങ്ങനെയും കുറേ സാധനങ്ങളുണ്ട്. അത് കാരണം കൊണ്ടാണ് തോന്നുള്ളൂ ഒരുപാട് പേര് മരിച്ചു പോട്ടെ, ചത്തുപോട്ടെ, തീർന്നു പോട്ടെ, സുടാപ്പി തീരട്ടെ, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇളക്കി അടിച്ച് വിടുന്നുണ്ട് കമൻറ്റ് ബോക്സിനകത്ത്. എനിക്കറിയാൻ പാടില്ലാത്തത്, ആ വ്യക്തി അയാളുടെ സ്റ്റാൻഡ് പറഞ്ഞടേ, ഒരാൾ അയാളുടെ നിലപാട് പറഞ്ഞു, ഒരാൾ അയാളുടെ പേഴ്സ്പെക്റ്റീവ് പറയുന്നു. ആ പറഞ്ഞത് വെച്ചിട്ട് ഒരു മനുഷ്യനെ കാണാതായിരുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് അപകടം പറ്റി എന്നുള്ളൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് കാണാനില്ല,
അപകടം സംഭവിച്ചോ എന്നൊക്കെ ഒരു പോസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ന്യൂസ് വരുമ്പോൾ അതിനടിയിൽ പോയിട്ട് ഈ ജാതി ഹെയ്റ്റ് ഒന്നും പറയാനില്ല. അങ്ങനത്തെ കുറേ കമൻറ്റുകളോട്. എന്താണെങ്കിലും മാഹിൻ്റെ കഴിഞ്ഞ 2-3 വ്ളോഗിൽ ഈ ചങ്ങാടം ഉണ്ടാക്കുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്. അതിൽ 1-2 പോർഷൻസ് നമുക്ക് നോക്കാം. ആൻഡ് ഇത് എത്ര ഡേഞ്ചറസ് ആണ് ഈ സിറ്റുവേഷൻ എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കണമല്ലോ. കാരണം ഈഫ് സപ്പോസ് ഇനി എന്തെങ്കിലും സംഭവിച്ചു എന്നും പറയാൻ പറ്റില്ല. അതോ ഇനിയിപ്പോൾ റീച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു ഗിമിക്കാണോ എന്നുള്ളതും എനിക്കൊരു സംശയമുണ്ട്. ഫ്രീ ആയിട്ടുള്ള കാട്ടിലായിരുന്നു കേട്ടോ മരത്തിന് വേണ്ടി. ബട്ട് ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ പുള്ളിക്കാരൻ്റെ മോൻ്റെ ആരുടെ സ്ഥലത്തുനിന്നാണ് ഒരു മരത്തിന് അവർ വാങ്ങാൻ വേണ്ടി പോകുന്നതെന്ന് പറയുമ്പം 20 സോളസാണ്. 20 സോളസ് എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിലെ ഒരു എത്ര വരും, ഒരു 600 രൂപ കേട്ടോ. ഒരു മരത്തിന് 600 രൂപ. ഈ കാണുന്ന മരം പഴയതാണ്. ഇതാണ് കേട്ടോ പോകുന്നത്. ആക്ച്വലി അവൾക്കും നമ്മളോട് യാത്ര ചെയ്യാൻ വേണ്ടി വരണം. ഞാനാണ് ആക്ച്വലി തീരുമാനിക്കുന്നത്. അപ്പോൾ കാരണം ഞാൻ 3 പയ്യന്മാരുമായിട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു നമ്മുടെ വേറൊരു വൈബിൽ. അപ്പോൾ എനിക്കെന്താ അറിയില്ല കേട്ടോ. നമ്മളിനി നമ്മുടെ 4 തടിയും പിടിച്ചുകൊണ്ട് പോവാണ്. ഒന്നാമത്തത് അവിടെ ഉണ്ട്, 5 എണ്ണമായി. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ തടികളൊക്കെ ശേഖരിച്ച് മാഹിൻ ഈ ചങ്ങാടം ഉണ്ടാക്കാൻ വേണ്ടി ഈ ആമസോണിലെ ഉൾപ്രദേശത്തെ കുഗ്രാമത്തിനകത്താണ് കേട്ടോ. ഇൻ്റർനെറ്റ് പോലും അവിടെ ഭയങ്കര വിഷയമാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടാണ് ആ ഒരു 2-3 വീഡിയോസ് അപ്ലോഡ് ചെയ്തത്. ഓക്കെ, ആൻഡ് ഇങ്ങനെ എന്താ പറയുക, വളരെ ടെക്നിക്കലി സോളിഡായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര സേഫായിട്ടുള്ളൊരു ചങ്ങാടം മേക്കിംഗ് ഒന്നുമല്ല. മരം വെട്ടി പ്രാകൃതമായ രീതിയിൽ അവിടുത്തെ ലോക്കൽസിൻ്റെയും കൂടി സഹായത്തിൽ, ആൻഡ് അതിൽ മോസ്റ്റ് മെജോറിറ്റി പണിയെടുത്തത് മാഹിൻ തന്നെയാണ്. ഒപ്പമുള്ളവന്മാരും അത്ര പണിയെടുത്തിട്ടില്ല. പിന്നെ അവിടുന്ന് കൂട്ടിയൊരു ലോക്കലാണെന്നുണ്ടെങ്കിൽ അങ്ങേര് അത്യാവശ്യം പണിയെടുത്തു. ബട്ട് സ്റ്റിൽ മാഹിനാണ് ഒരു ഓൾ ഇൻ ഓൾ എഫേർട്ട് ഇട്ടൊരു വ്യക്തി. അപ്പോൾ ഇങ്ങനെ ഒരു ചങ്ങാടം ഇത്ര സേഫ് അല്ലാതെ ക്രിയേറ്റ് ചെയ്ത് അത് ഈ ആമസോണിലെ റിവറിലേക്ക് ഇടുമ്പോൾ ഒരുപാട് സേഫ്റ്റി കൺസേൺസ്, സേഫ്റ്റി ഇഷ്യൂസ് ഇല്ലേ, ഡെഫിനറ്റ്ലി കാണും. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വൈബിലുള്ള ഒരു പോക്കാണ് എന്ന് കണ്ടതുകൊണ്ടായിരിക്കണം ഈ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് എന്ന് പറഞ്ഞുള്ള പേജ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന, മാഹിൻ്റെ വ്ളോഗുകൾ കാണാൻ ഒരുപാട് താല്പര്യമുള്ള വ്യക്തികൾ അവിടെ ആയിരിക്കണം അവരുടെ കൺസേൺ കൂടിയിട്ടുണ്ടാവുക. ഇപ്പം എത്ര നീന്താൻ അറിയുന്നവനാണെന്നുണ്ടെങ്കിലും ഈ ലൈഫ് ജാക്കറ്റ് ഉണ്ടായിട്ടും കാര്യമില്ല. ആമസോണിലൊരു റിവർ, ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെ ഇന്ന് കണ്ട പുഴയായിരിക്കില്ല നാളെ. പുഴയിൽ ഇറങ്ങുന്ന സ്ഥലം തന്നെ മണൽ വാരലും മണൽ വന്നടിയിലും മരക്കുറ്റി വന്നിരിക്കലും പല പല രീതിക്കാണ്. ഇതിൻ്റെ അടി എന്താ നമുക്ക് മനസ്സിലാവില്ല. അപ്പം എത്ര പരിചയമുള്ള ഒരു പുഴയാണെന്നുണ്ടെങ്കിലും ഡേഞ്ചറാണ്. എന്നിട്ടാണ് ഒരു പരിചയവും ഇല്ലാത്തൊരു നാട്ടിൽ, അതും ആമസോൺ ഫോറസ്റ്റിനകത്തുള്ളൊരു പുഴ, അതിനകത്ത് ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ കുറച്ച് മരവും ചുറ്റിക്കെട്ടി 3 എണ്ണം. അതിൽ തന്നെ ഈ മാഹിൻ്റെ ഒപ്പമുള്ള 2 എണ്ണത്തിന് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചൊരു എന്താ പറയുക താല്പര്യമൊന്നും ഉണ്ട് തോന്നുന്നില്ല. അവരായിട്ട് ഇവൻ അടി എങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ ഒരു ക്ലിപ്പ് കൂടി കാണിച്ചു തരാം. ഇതിൻ്റെ സൈഡ് വെട്ടുവാണ്. ഇവിടെ 4 എണ്ണം അടിയരത്തി ഇട്ടേക്കുന്നുണ്ടോ. നമ്മുടെ ലാസ്റ്റത്തെ പണികൾ പുരോഗമിക്കുകയാണ്. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഇടവിട്ട് ഉണ്ടാക്കിയതിൻ്റെ കാരണം എന്ന് പറയുമ്പം വെള്ളം ഇങ്ങോട്ട് വരാനാണ് കേട്ടോ. അപ്പം നമുക്ക് ഒഴുക്കിലൂടെ അങ്ങ് പോകാനായിട്ട് സാധിക്കും. നമ്മളെ ഈ ബോട്ടിന് പേര് വെച്ച് കേട്ടോ, അദ്രി എന്നാണ് പേര്. അദ്രി ഇവൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് അദ്രി. പുള്ളിക്കാരൻ്റെ ഒരു റിമെമ്പറൻസിന് വേണ്ടി നമ്മൾ അദ്രിയാണ് കേട്ടോ നമ്മുടെ നെയിം. അങ്ങനെ നമ്മുടെ ബോട്ട് യാർഡിലോട്ട് എത്തിയിട്ടുണ്ട്. തടി വെട്ടാൻ വേണ്ടി പോവാണ്. ഇത് ഫ്രീ ആയിട്ടുള്ള കാടുകളാണ്, ആരുടെയും ഉടമസ്ഥയിലില്ല. ഇവിടെ നമ്മൾ ഇനി ബോട്ടിൽ വന്നിട്ട് നമ്മൾ ഇത്രയും ഇതിനെ സഹായിക്കുന്നതിന് പുള്ളിക്ക് 150 സോളസ് കൊടുക്കുന്നുണ്ട്. 150 സോളസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 10-15,000 രൂപ അടുപ്പിച്ച് വരും കേട്ടോ. നമ്മൾ തന്നെയാണ് കൂടുതൽ പണിയൊക്കെ ചെയ്യുന്നത്.
ഞാനാണ് അതിൽ ഏറ്റവും കൂടുതൽ പണി ചെയ്യുന്നത്. അത് പിന്നെ നമ്മുടെ എക്വഡോറിലുള്ള ഞാനും നമ്മുടെ ഹോളണ്ടുകാരനും മാത്രമാണ് കേട്ടോ പൈസ ഇതിൽ ഷെയർ ചെയ്യുന്നത്. മറ്റേ അവൻ പൈസയൊന്നും ഷെയർ ചെയ്യുന്നില്ല. അവൻ്റെ അടുത്ത് പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു. അവൻ്റെ അടുത്ത് അങ്ങനെ അധികം പൈസ ഇല്ല. നമ്മളാണ് ഇതിൻ്റെ പൈസ എല്ലാം ഷെയർ ചെയ്യുന്നത്. പിന്നെ അവൻ നമ്മളിവിടെ യാത്ര ചെയ്യുന്നതേ ഉള്ളൂ. നമ്മുടെ ആമസോൺ കാട്ടിലൂടെയുള്ള നമ്മുടെ നാപ്പോ റിവറിലൂടെയുള്ള നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് കാപ്പോ പത്തങ്ക, നമ്മുടെ എൻഡ് ചെയ്യുന്നത് ഇക്കിത്തോസ് എന്ന് പറയുന്ന സ്ഥലം. ഏകദേശം 350 കിലോമീറ്റർ, 15 ദിവസം എടുത്തേക്കും. നമ്മളിവിടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുകയാണ്. ഇതിൽ താണ്ടെ അരി, പിന്നെ ഞാൻ എൻ്റെ ചട്ടിനി, കുറച്ച് ടൂണ, പിന്നെ പഴങ്ങൾ, കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു, ആ സാധനങ്ങൾ, പിന്നെ ബാഗ്. ഇവിടെ കുറച്ച് വെള്ളം നിറച്ചു. വെള്ളം ഇനിയും വാങ്ങണം. ഇതിൻ്റെ ഇടയിൽ ഒരു മിലിറ്ററിക്കാരൻ വന്നു, ഒരു പട്ടാളക്കാരൻ വന്നിട്ട് ഇത് സേഫ് അല്ല, പുഴ മഴയാണ്, ഇതാണ് നിങ്ങൾക്ക് പോകാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോകും, എന്തായാലും ഞാൻ പെർമിഷൻ വാങ്ങിച്ചിട്ട് എങ്ങനെയെങ്കിലും പോകും. മറ്റുള്ളവരുമാർ രണ്ടുപേരും ഇങ്ങനെ നിന്നു. ലാസ്റ്റ് പുള്ളിക്കാരൻ വന്ന് ചോദിച്ചു വല്ലോ പൈസ ഉണ്ടായിത്താ എന്നാൽ നിങ്ങൾക്ക് പോകാമെന്ന്. അല്ലെങ്കിൽ നമ്മുടെ ബോട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. നമ്മൾ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഒരിക്കലും നിങ്ങൾ പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യുമ്പോൾ നല്ലപോലെ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ പണി കിട്ടും. ഇപ്പോൾ നമ്മൾ കുറച്ച് ഇതായിട്ട് തർക്കമായിട്ടിരിക്കുകയാണ് കേട്ടോ. അവൻ ആക്ച്വലി ഒന്നും പറയുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ കൂടെ ഒരുമിച്ച് നമ്മൾ യാത്രയ്ക്ക് തിരിച്ചു. ഇതിൻ്റെ ഇടയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി. അവനിത് ഉണ്ടാക്കാതെ തുടങ്ങി. ആദ്യം അവന് പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം, അങ്ങനെ കുറേ ഇതായി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ അവസാനത്തെ നമ്മുടെ സ്റ്റാർട്ടിങ് കേട്ടോ. ഒന്നും കംപ്ലീറ്റ് ആവാതെ സ്റ്റാർട്ട് ചെയ്യാം. എനിക്കൊന്ന് തുടക്കത്തിലായതുകൊണ്ടായിരിക്കും നല്ല രസമുണ്ട്, വിചാരിക്കുന്ന പോലെ അല്ല. നമ്മൾ അങ്ങോട്ട് നേരെ നോക്കുമ്പോൾ കുറേ പ്രശ്നമുണ്ട് കേട്ടോ. ഇവിടെ ഞാനും അവനുമാണ് കേട്ടോ പാഡൽ ചെയ്യുന്നത്. മറ്റേവൻ ഇത് വെച്ച് നിൽക്കുവാണ്. പോകുന്ന വഴി ഇതുപോലുള്ള കുറേ സ്ട്രഗിൾസ് ഉണ്ട് കേട്ടോ. അതാണ് പ്രശ്നം. നമ്മുടെ മഴയും കാറ്റും പ്രച്ചോനെ ഇനി എല്ലാവർക്കും അറിയാം എന്ത് സംഭവിക്കുമെന്ന്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ കാണുന്ന സ്ട്രഗിളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പരിപാടികളൊന്നും അല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഓൾറെഡി ഒപ്പമുള്ളവന്മാരായിട്ട് ഇവൻ അത്ര രസത്തിലല്ല. രണ്ടാമത്തെ കാര്യം, ഈ റിവറിനകത്ത് എവിടെ കുറ്റി പൊന്തി നിൽക്കുന്നു, എവിടെ ഒഴുക്ക് കൂടുതലാണ്, ചളി ഉണ്ടോ, ഇതിനകത്ത് എന്തെങ്കിലും വേറെ ജീവികളുണ്ടോ, അങ്ങനത്തെ പല കൺസേൺസും ഇതിനകത്തുണ്ട്. പിന്നെ പെറുന്ന് ഇക്വഡോറിക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചസിൽ ഇവന്മാർ എങ്ങനെ പിടിച്ച് വെക്കും, എവിടെയൊക്കെ ഹോൾട്ട് എടുക്കും. ഈ ഒരു പെർട്ടിക്കുലർ വ്ളോഗിൻ്റെ ലാസ്റ്റിലേക്ക് ഇവൻ വേറൊരു കമ്മ്യൂണിറ്റിയിൽ പോയി കയറുന്നുണ്ട്. ഓക്കെ, അവിടെ നിന്ന് തന്നെ ഒരു ചേട്ടൻ്റെ ഒപ്പം തോക്കും പിടിച്ച് രാത്രി ഫോറസ്റ്റിലേക്ക് ഹണ്ടിങ്ങിന് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ എന്താ പറയുക, ഭയങ്കര ഇതിപ്പോൾ ട്രാവൽ വ്ളോഗ് എന്നുള്ള രീതിക്കല്ല. ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് മാഹിൻ്റെ വീഡിയോസ് ഒരു അഡ്വഞ്ചർ ട്രാവലർ എന്ന് പറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഇവൻ അഡ്വഞ്ചറാണ് കാണിച്ചു കൂട്ടിയിട്ടൊക്കെ ഉള്ളത്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് അഡ്വഞ്ചർ ട്രാവൽ വ്ളോഗർ എന്നുള്ള രീതിക്കൊന്ന് മാറ്റുന്നത് നന്നായിരിക്കും. ഒരു അഡ്വഞ്ചറും കൂടി ആഡ് ചെയ്യുന്നത് ബെസ്റ്റ് ആയിരിക്കും. അപ്പം ഇങ്ങനെ ഭയങ്കര സെക്യൂരിറ്റി ഇല്ലാതെ ഓക്കെ കാണുന്ന നമുക്ക് തന്നെ എന്തിനടാ ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടടാ എന്ന് ചോദിക്കേണ്ട രീതിയിലുള്ള ഒരു യാത്ര. ആ ഒരു അറിയാത്ത നാട്ടിൽ ഈ പുഴയിൽ ഇതേപോലെ ഒരു തട്ടുകൂട്ട് സാധനം ഉണ്ടാക്കിയിട്ടാണ് പോവുക. അപ്പം ഇത് ഒരു ബേസിക് വ്യൂവർ എന്നുള്ള നിലയ്ക്ക് ഇവൻ്റെ ഒരു ഹാർഡ് കോർ വ്യൂവേഴ്സിന് ഡെഫിനറ്റ്ലി എന്താവും, അയ്യോ ഇവനെന്ത് സംഭവിച്ചു, 3-4 ദിവസം മുമ്പാണുള്ള ഒരു വീഡിയോ വന്നത്, അതിന് ശേഷം ഇല്ലല്ലോ. മനസ്സിലായോ? എനിക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ പറയാം. വീഡിയോസ് ചിലപ്പോൾ എടുക്കുന്നുണ്ടാവും, ഇൻ്റർനെറ്റ് ഇല്ലാത്തത് ഒരു വലിയ സീനാണ്. പിന്നെ ഈ ഒരു ലഡാക്ക് സാധനം വെച്ചിട്ട് ഈ സാധനം എനിക്കറിയാൻ പാടില്ല. ഇവർ ഈ 350 കിലോമീറ്റർ കവർ ചെയ്ത് ഇത് ഇക്വഡോറിന്ന് പെറുന്ന് ഇക്വഡോർ എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടറിയണം കോശിന്ന് അതിന് പറയാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു വിഷയം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇവൻ ഇത്ര ദിവസം ഇവൻ്റെ അപ്ഡേറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് ഇവൻ്റെ തന്നെ അക്കൗണ്ടിൽ വാട്ട് ഹാപ്പൻ ടു നൊമാഡ് എന്നുള്ളൊരു സാധനം ഇവൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയോ ഒരു പ്രീ പ്ലാൻഡ് സാധനം ഉണ്ടോ? വേർ ഈസ് നൊമാഡ് എന്നുള്ള പോസ്റ്റ് വരാൻ കാരണം ഒരു പ്രീ പ്ലാൻഡ് സാധനമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരണം ഇവനറിയാം ഈ 10-15-20 ദിവസം ഇവൻ എന്ത് കിട്ടില്ല, ഇൻ്റർനെറ്റ് കിട്ടില്ല. പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല റാഫ്റ്റിൻ്റെ മുകളിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ,
പിന്നെ എന്തെടുക്കാനാണ്? ഈ 10-15 ദിവസം വെള്ളത്തിനകത്ത് ഇതേപോലെ പഴം പുഴുങ്ങി ട്യൂണ കറിയാക്കി തിന്ന് ഇങ്ങനെ പോവല്ലേ. അതും ഒപ്പമുള്ളവന്മാരായിട്ട് വലിയ ഒരു എന്താ പറയുക സുഖമില്ലാത്തതുകൊണ്ട് അവന്മാരും ഉണ്ടാവാൻ വരില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ മഴയും കാറ്റും ഒക്കെ ആകുമ്പോൾ വീഡിയോസ് എടുക്കാൻ ശേഷം പാടായിരിക്കും. ഇനി എടുത്താൽ തന്നെ അത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇനി എവിടെ എത്തണം? ഇക്കഡോർ എത്തേണ്ടി വരും. അപ്പം അങ്ങനത്തെയൊക്കെ കുറച്ച് സീനുകൾ ഉള്ളത് കൊണ്ടായിരിക്കണം ഇത് മനസ്സിലാക്കിയ മാഹിൻ എന്ത് ചെയ്തത്, സ്വന്തം അക്കൗണ്ടിൽ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ചാമ്പി വിട്ടത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അടുത്ത വരുന്ന വീഡിയോകളിൽ ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് കേൾക്കാനും അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുമ്പോൾ അത് കാണാനും ഇപ്പോഴുള്ളൊരു ഓഡിയൻസിനേക്കാൾ കൂടുതൽ ഓഡിയൻസ് ഡെഫിനറ്റ്ലി കിട്ടുമല്ലോ. മാഹിൻ്റെ ഒരു പഴയ വൈബ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് താഴെയാണ് ഈ ആ ചാനലിൻ്റെ ഒരു വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത്. അത് ഒന്ന് പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കണം, അതും പറയാൻ പറ്റില്ല. ഓക്കെ, എന്താണെങ്കിലും ഒന്നും പറ്റാതിരിക്കട്ടെ. കാരണം ഒരു മലയാളി ട്രാവൽ വ്ളോഗർ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര, സുജിത് ഭക്തൻ, അതൊക്കെ വേറൊരു കാറ്റഗറിയാണ്. ഇവൻ വേറെ ഒരു കാറ്റഗറിയാണ്. ഓക്കെ, ഹിച്ച് ഹൈക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവനാണ് ആ ടേം തന്നെ മലയാളികൾക്കിടയിൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഈ കോമൺ ആയിട്ടുള്ള സാധാരണക്കാർക്കിടയിൽ ഒന്ന് ഫെമിലിയർ ആക്കിയത്. ഇത് അറിയുന്ന അല്ലെങ്കിൽ മഹാപണ്ഡിതന്മാരായിട്ടുള്ള വൊക്കാബുലറി കൂടിയ ആൾക്കാർക്ക് ചിലപ്പോൾ ഹിച്ച് ഹൈക്കിംഗ് ഒക്കെ അറിയുമായിരിക്കും. ഇന്നൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവൻ തന്നെയാണ് ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് മാഹിൻ. അപ്പോഴാണ് നമ്മളിതൊന്ന് നോക്കുന്നത്, ശ്രദ്ധിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരുത്തൻ ഇതേപോലെ പോസ്റ്റ് സ്വന്തം പ്രൊഫൈലിൽ ഇടണു, ഇത്രയും അഡ്വഞ്ചറസ് ആയിട്ടുള്ള വ്ളോഗുകൾ ഒരു 3-4 ദിവസം ചെയ്യുന്നു, അതും തന്നെ ആളുകൾക്കൊരു തരം ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാനുള്ളൊരു അവസ്ഥ കൊണ്ടുവരുന്നു. എന്നിട്ട് ലാസ്റ്റ് ഷെഡ്യൂൾഡ് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഐറ്റം കൂടി കൊണ്ടുവന്ന് വെക്കുമ്പോൾ എവിടെയോ ഒരു റീച്ചിന് വേണ്ടിയിട്ടുള്ളൊരു കളി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി എല്ലാം സേഫായിട്ട് എത്തുന്നതെല്ലാം എത്തട്ടെ. ഓക്കെ, എന്തിനും സംഭവിക്കാതിരിക്കട്ടെ. സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഏതോ നാട്ടിൽ ഏതോ പുഴേൻ്റെ നടുവിലാണ് ഇരിക്കുന്നത്. പിന്നെ ഈ കമൻറ്റ് ബോക്സിൽ ഇങ്ങനത്തെ ഒരു ന്യൂസ്, ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് എവിടെ, എന്ത് സംഭവിച്ചു മാഹിൻ എന്നൊക്കെ ചോദിച്ചു വരുന്ന ന്യൂസിൻ്റെ അടിയിൽ പോയിട്ട് എന്തിനടാ ഒരാൾ മരിക്കണം ചാവണം എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്നത് എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നിങ്ങളൊക്കെ ഒരു ബുദ്ധി.